ചേച്ചിമാരെ നിങ്ങള് കിടിലാക്കി. ചേച്ചിമാര് മാത്രമല്ല ചേച്ചിമാരും അനീത്തിമാരും ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തിലല്ലേ. അമ്പലപ്പുഴ വിളിപ്പുറം ഇതിന്റെ സംഘത്തിന്റെ നേതാവ് എന്നുള്ള രീതിയിലാരാ? ചേച്ചിയാണോ? സ്നേഹലത എന്നാ പേരല്ലേ? അയ്യോ ചിരി തന്നെ. നല്ല പേരുടെ സ്നേഹലത, ഉഗ്രം പേരാണ്. നിങ്ങൾക്ക് ചേരും. അല്ല അല്ലേ പറഞ്ഞേ സ്നേഹലത ചേച്ചി വള്ളം തൊഴിയോ? ഇല്ല ഈ കൂട്ടത്തിൽ ആരെങ്കിലും വള്ളം തൊഴിയുന്നവരുണ്ടോ? ആര് ചേച്ചി തൊഴിയോ? മുങ്ങിച്ചാകാൻ തുടങ്ങിയല്ല ഒരു വള്ളം കിട്ടിയ ഇത്ര നാണീനെ. അതാണ് എനിക്കറിയില്ലാത്ത വെള്ളം തൊഴിയുന്നല്ലോ. ആ ആളുടെ പേരെന്താണ്? സുജായുടെ ഭർത്താവ് ഇപ്പോഴും ഉണ്ടോ അതോ? ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. അടിയിലുണ്ടെന്നാണ് പറഞ്ഞ. വീണ്ടും 2000 രൂപ കിട്ടിയിരിക്കുന്നത്. മറ്റേ വടംവലിയുടെ ക്ഷീണം മാറി. പിന്നെ എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. താങ്ക് യു. ഈ ഓണത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ടീം വരുന്നു. എടുത്തു പറയണം നമ്മുടെ സെറ്റ് വർക്ക്. ഈ വള്ളം നമ്മുടെ ടീം ഡിപ്പാർട്ട്മെന്റ് അല്ല, നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് പൊളിച്ചു കളഞ്ഞു ഓണത്തിന്റെ ആയതില്. നിങ്ങളിങ്ങനെ പെർഫോമൻസിന് പോകുന്നതാണോ നിങ്ങളുടെ? അതെ പരിപാടിക്ക് പോകുന്നുണ്ട്. ജലോത്സവമായ നെഹ്റു ട്രോഫിയില് 2011 മുതല് മത്സരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ മത്സരത്തിലും ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്. എന്തിനാണ് മത്സരിക്കുന്നത്? ജലോത്സവത്തോടനുബന്ധിച്ച് വെച്ചുപാട്ടിനും വഞ്ചിപ്പാട്ടിനും ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്. അല്ല അപ്പൊ ഇത് വെച്ചുപാട്ടാണോ വഞ്ചിപ്പാട്ടാണോ? ആദ്യം പാടിയത് വഞ്ചിപ്പാട്ട്, രണ്ടാമത് പാടിയത് വെച്ചുപാട്ട്. താളം തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ. കൊള്ളാം. യെസ് വിപിൻ ചേട്ടാ എന്നെ പറയാനുള്ളത്. അല്ല ചേച്ചി, ഈ ഇങ്ങനൊരു പാട്ടും പാടിയിട്ട് എനിക്ക് തോന്നുന്നു അമേരിക്ക വരെ ഈസി ആയിട്ട് തുഴഞ്ഞു പോവാം. കാരണം അത്ര എനർജിയായിരുന്നു. കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇത്രയും എനർജിയിൽ നമ്മള് പല പാട്ടുകളും കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു എന്താ പറയണ കറക്റ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നിങ്ങൾ പാടിയത്. പിന്നെ പുതിയ ന്യൂ ജനറേഷനിലെ പിള്ളേരും ഇതിലുണ്ട്. അതെങ്ങനെയാണ് ഈ ട്രഡീഷണലിലേക്ക് അവര് വന്നത്, ജോയിൻ ചെയ്തേക്കണേ? അവര് സ്കൂൾ കലോത്സവങ്ങളിൽ മത്സരത്തിന് പോകുന്നതാണ്, നമ്മളാണ് പഠിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഈ വനിതാ രത്നങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് മാസ്റ്റേഴ്സ് നൽകുന്ന തിരുവോണമായിട്ട് നൽകുന്ന രത്നങ്ങൾ എത്രയാണെന്ന് പറയൂ. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, അതിലൊരു സംശയമില്ല. 3 സ്റ്റാർ ആണ് ആദ്യം ഞങ്ങൾ ഇവരെല്ലാവരും കൂടി പറഞ്ഞത്. പക്ഷെ ആ ന്യൂജൻ എല്ലാരും കൂടി ഉള്ളത് കൊണ്ട് 4 സ്റ്റാർ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇവരോടൊപ്പം ഇതിന്റെ അകത്തുനിന്ന് കയറുന്നത് തുഴഞ്ഞൊക്കെ നോക്കി ആ സ്റ്റാറൊക്കെ കൊടുത്ത് 2 പാട്ടൊക്കെ പാടി അങ്ങ് പോയാലോ. അങ്ങനെ അമ്പലപ്പുഴ വിളിപ്പുറം ടീമിന് ലഭിക്കുന്നു 4 സ്റ്റാർ എന്ന ട്രോഫി. ചേച്ചി സന്തോഷായില്ലേ? സന്തോഷം. വിപിൻ ചേട്ടാ, സ്നേഹലത ചേച്ചിക്ക് വേണം ഇത് കൊടുക്കാൻ വേണ്ടി. എല്ലാവർക്കും വേണ്ടി സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ തന്നെ നമ്മുടെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇടി കൊള്ളുന്ന ചേട്ടന് തന്നെ കൊടുക്കുന്നതായിരിക്കും. വേണം
പറഞ്ഞോ